ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ അകത്ത് ആനക്കൂട്ടത്തിന്റെ ഇടയിൽ പെട്ടുപോയ ദിവസം ആദ്യം നമ്മൾ ഈ ഒരു ആനനെ കണ്ടത്. പക്ഷെ ഇവിടുന്ന് നേരെ മുമ്പിലേക്ക് വന്നതും മുമ്പിലും സൈഡിലും ചുറ്റിനും ഫുള്ള് ആനക്കൂട്ടങ്ങൾ തന്നെയാണ്. ഒരുപാട് കുട്ടികളും പിള്ളേരും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കാറിലൊക്കെ ഇരിക്കുന്നവരെല്ലാം പെട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് മുമ്പോട്ടും പോകാൻ പറ്റില്ല, പിമ്പോട്ടും പോകാൻ പറ്റില്ല. ലോറിക്കാരന് ഇത് ആനേനെയൊക്കെ ഇപ്പം മാറ്റിത്തരാന്ന് പറഞ്ഞ് ഹോണൊക്കെ അടിച്ച് കുത്തിക്കയറ്റി കയറി പോകുന്നുണ്ട്. എന്താവും എന്നുള്ളത് അറിയില്ല. ഞാൻ ഊട്ടിക്കോ വിടൂലല്ലേ? ഈ ചെക്ക് പോസ്റ്റിലാണ് രാത്രി പിടിച്ചു നിർത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അവരവിടുന്ന് കൈ കാണിക്കുന്നുണ്ടല്ലോ. പെട്ടെന്നായിരുന്നു ഊട്ടിയിലേക്കൊരു റൈഡ് അടിച്ചാലാന്നുള്ളൊരു പ്ലാൻ വന്നത്. അങ്ങനെ നേരെ വണ്ടി എടുത്തിപ്പോൾ ഹിമവത് ഗോപാൽസ്വാമി ഹിൽസിലേക്കൊക്കെ തിരിയണ ആ ഭാഗത്തിലേക്കാണ്. ഭാഗത്തുനിന്ന് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി നേരെ മസിനഗുഡി വഴി നേരെ ഊട്ടിയിലേക്കാണ് കേട്ടോ പോകാൻ പോകണം. ഇപ്പം സമയം ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 9 മണിക്കുള്ളിൽ നമ്മൾ കാട് ക്രോസ് ചെയ്ത് ഊട്ടിയിലേക്ക് എത്തണം. പിന്നെ രാത്രി സമയത്ത് ഈ വഴിയുള്ള റൈഡ് ലേശം സീനാണ്. ഒരുപാട് വന്യജീവികളുള്ള കർണാടകയുടെയും കേരളത്തിൻ്റെയും കാടുകളിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര. ഇപ്പം നമ്മൾ കർണാടകയിൽ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്തേക്കാണ് കയറി പോന്നേക്കണത്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിലേക്ക് കയറും. പകൽ തന്നെ വന്നു കഴിഞ്ഞാൽ മാനും ആനയും കടുവയും പുലിയും കരടിയൊക്കെ കാണാൻ സാധ്യതയുള്ള അടിപൊളി ഒരു റൂട്ടാണ്. അപ്പോൾ രാത്രിയത്തെ കാര്യം പറയണ്ടല്ല. ഇന്നത്തെ ഊട്ടി വരെയുള്ള കാഴ്ചകൾ എന്തൊക്കെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓരോ വണ്ടികൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് ഒരു സമാധാനം. അതിൻ്റെയൊക്കെ പുറകിലും സൈഡിലൊക്കെ വെച്ച് പിടിച്ച് പതിയെ അങ്ങ് പോയാൽ മതി. ഒറ്റക്കാകുമ്പോഴാണ്. പക്ഷേ മസിനഗുഡി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റോഡ് ശകലം തിരക്ക് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ പോണ കൂടുതൽ ആൾക്കാരും കൂടല്ലൂരിൽ നിന്ന് തിരിഞ്ഞു പോകാനുള്ള വണ്ടികളാണ് ഈ ചരക്ക് വാഹനങ്ങളെല്ലാം. ഊട്ടിയിലേക്ക് അധികം വണ്ടികൾ ഉണ്ടാവില്ല. ആ ഒരു റോട്ടിലെത്തുമ്പോഴാണ് നമ്മൾ പെടാൻ സാധ്യതയുള്ളത്. ചരക്ക് വാഹനങ്ങളൊക്കെ ഇതിലും വഴി കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സ്ഥലത്തൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്. നിരങ്ങിയാണ് വണ്ടികളൊക്കെ കയറി പോണത്. എല്ലാവരും 9 മണിക്ക് കയറി ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റ് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് എല്ലാവരും ധൃതിക്ക് പാസ് ചെയ്യാനുള്ളൊരു തിരക്കുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. എല്ലാവരും ധൃതിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് സേഫായിട്ട് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി അത്യാവശ്യം സ്പീഡിലാണ് എല്ലാ വണ്ടികളും ഈ ഒരു റൂട്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ദിപ്പൂർ റൂട്ടിലൂടെ വരാൻ നേരം രാത്രി വരാൻ നേരമുള്ള ഒരു പ്രധാന സീനാണ് ആന. നമ്മളിത് കുറച്ച് കയറിങ്ങി വന്നപ്പോൾ തന്നെ ഒരുത്തന്നെ ഇവിടെ സൈഡിൽ വന്ന് നിൽക്കുന്നത് കണ്ട. ഇതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിനും പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ആനകളുണ്ടാവും. ഫ്രണ്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വണ്ടിക്കാരൊക്കെ എല്ലാവരും ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആന റോട്ടിൽ കയറി നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പണിയാണ്. കുറേ നേരം നമ്മൾ ബ്ലോക്കാവും. ഈ ഒരു റോട്ടിലൂടെ അത്ര തിരക്കിട്ട് കയറി പോകാനും വളച്ച് തിരിച്ച് പോകാനൊന്നും പറ്റില്ല. ആന ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ റോഡ് സൈഡിലുള്ളത്. ഫ്രണ്ടിലുള്ളവരൊക്കെ ആനേനെ കണ്ടിട്ട് പേടിച്ച് വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ലോറിക്കാരന് ഇപ്പം ആനനെ മാറ്റിത്തരാന്നുള്ള രീതിയിൽ കുത്തിക്കയറ്റി പോകണ്ട കേട്ടോ. വലിയ വണ്ടി ഹോണൊക്കെ അടിക്കാൻ നേരം ചിലപ്പോൾ ഇവർ മാറി തരുമായിരിക്കും. എന്തായാലും എന്താ സംഭവിക്കാൻ പോണെന്നറിയില്ല. ഏത്തക്കായ കയറ്റി തന്നെ വണ്ടിയാണ്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരും ആനകൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പച്ചക്കറി വണ്ടിയൊക്കെ ഇവിടെ സാധാരണ ആനകൾ വന്ന് പിടിച്ചിട്ട് മൊത്തം പറിച്ച് തിന്നുകളാണ് ഒരു സാഹചര്യം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. 1-2 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ കറക്റ്റ് സ്ഥലത്തെത്തിയിട്ടാണ്. ഫോറസ്റ്റുകാർ കറക്റ്റ് സ്ഥലത്തെത്തി പടക്കോണ തോക്കാണെന്നറിയില്ല എന്തോ ഒരു സാധനം എടുത്ത് പൊട്ടിച്ച് ആന ഓടണ ഓട്ടോണ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. ടോർച്ച് അടിച്ച് നോക്കണ കിടക്കണ ഫോറസ്റ്റുകാരാണ്. അവർ വന്ന് കറക്റ്റായിട്ട് ആനകളെല്ലാം പടക്കം പൊട്ടിച്ച് ഓടിച്ച്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ആ ഒരു കാര്യത്തിൽ സേഫാണ് കേട്ടോ. സെക്കൻഡുകൾ കൊണ്ട് ഇവർ പറന്നെത്തും. ഫോറസ്റ്റ് കയറിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ആനക്കൂട്ടങ്ങളാണ്. ഇനി അങ്ങോട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കും നമ്മുടെ ക്യാമറക്ക് മുമ്പിൽ വന്ന് സ്പോട്ട് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. നമ്മൾ ഗോപ്രോ ഓണാക്കിയിട്ടൊക്കെയാണ് ഹെൽമെറ്റിൽ വണ്ടി നിർത്തി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഗോപ്രോ റെക്കോർഡിങ്ങിലിട്ട് നേരെ ഓടിച്ചു പോയാണ്. പഞ്ചറായ ടയറാ ഓരോരോ പണികൾ കിട്ടണത് ഇങ്ങനെയാണ്. അപ്പോൾ ടയറും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും ഇങ്ങനത്തെ ഫോറസ്റ്റ് റൂട്ടിലേക്കൊക്കെ വരാനായിട്ട്. ചേട്ടാ എങ്ങോട്ടാ? ഊട്ടിയാണോ? ഗൂഡല്ലൂർ വഴിയാ? ഇപ്പൊ ഊട്ടി വഴി വിടുവാ? ഇനി കുഴപ്പമില്ല. ഞാൻ ഊട്ടി. വിടൂലല്ലേ? ഗൂഡല്ലൂർ വഴി പോണല്ലേ നല്ലത്? അതെങ്ങനെയാ ഗൂഡല്ലൂർ കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കടുത്ത് ഇതിലൊരു വഴിയുണ്ട്. അതായത് ഇവിടുന്നൊരു ഇടത്തോട്ടൊരു ജംഗ്ഷൻ കാണും. ആ റോഡിന് വിട്ടാല് എനിക്ക് ഊട്ടിക്ക് പോവാ. കുറച്ച് ടാസ്ക് ആണ്. മസനഗുഡി വഴിയല്ലേ? മസനഗുഡി വഴി. അതിൽ വിടുവൊന്നും അറിയില്ല. അങ്ങനെ കർണാടകയുടെ കാടുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുതുമലൈ ഫോറസ്റ്റിന്റെ അകത്തേക്കാണ് കയറാൻ പോണത്. ഈ ഒരു ചെക്ക് പോസ്റ്റും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ് എങ്കിലും കുറച്ചും കൂടി സ്പോട്ടിങ് സാധ്യതയുള്ള ഒരു റൂട്ടാണ് ഇനി നമ്മൾ പോകാൻ പോണ റൂട്ട്. അലൗഡ് 9 മണിയാ ഈ റൂട്ടേ. 1 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അവിടെ അവിടുന്ന് കണ്ടില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടും വിടില്ല. വിടില്ലല്ലേ? ഇവിടെ ഇതാണ് ഇവിടുത്തെ പോട്ട്. ഊട്ടിയിലേക്കൊക്കെ ഒരുപാട് വണ്ടി ഉണ്ടാവൂലേ ഇപ്പൊ? ഊട്ടി നല്ല ബ്ലോക്കാ. നല്ല തണുപ്പുണ്ട്. രാവിലെ എണീച്ചാൽ മഞ്ഞൊക്കെ കാണാം. വീട്ടിൽ പോകണ്ടോ? അവിടെ ഒന്നുണ്ടല്ലോ. അവിടെ ഒരെണ്ണുണ്ടായിരുന്നു. കണ്ടില്ലേ? നമ്മൾ സൈഡ് കണ്ടില്ലല്ലോ. കണ്ട്
ഇനിയായിരിക്കും ശകല സീൻ. ഇവിടുന്ന് ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് കുറച്ച് വെട്ടവും വെളിച്ചവും ഉണ്ടാവില്ല. എല്ലാ വണ്ടികളും നേരെയാണ് പോണത്. നമ്മൾ ലെഫ്റ്റാണ് കയറുന്നത്. ഇനി ഈ റൂട്ടിലേക്ക് അധികം വണ്ടിക്കാരങ്ങനെ കയറി വരികയില്ല. കാരണം ഊട്ടിയിലേക്ക് ഈ വഴി ഈ ഒരു സമയത്ത് വണ്ടികൾ വളരെ തന്നെ കുറവായിരിക്കും. നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ഒരു കാറ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ പിടിച്ച് പോകണതായിരിക്കും ഏറ്റവും നല്ലത്. കാർ ഓടിക്കണവൻ ലോക പേടിത്തൂറിനാണ്. അവൻ കളിക്കുന്ന കളി കണ്ടില്ല. അവൻ എന്നെ കയറ്റി വിടാനായിട്ടുള്ള പരിപാടി നോക്കുകയാണ്. അവന് മുമ്പിൽ പോകാൻ താല്പര്യമില്ല. അവൻ ഇത് ഇപ്പം ഇവിടെ ചവിട്ടിത്തരും മിക്കവാറും. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു റൂട്ടിലൂടെയുള്ള രാത്രി യാത്ര കുറച്ച് സീനാണ്. എപ്പോൾ വേണേലും ആന റോട്ടിൽ കയറി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആന മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഉള്ള കൊടും കാട്ടിലൂടെയാണ് നമ്മൾ രാത്രി വണ്ടി ഓടിച്ചു പോണത്. കറക്റ്റ് 9 മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ചെക്ക് പോസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാൻ ഓപ്പണാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇനി ആരും കയറ്റി വിടില്ല. കുറേ നേരം കൂരി ഇരുട്ടിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചിട്ടിരുന്നത്. അങ്ങനെ ഇതാ വേറൊരു കാറുകാരനെ കയറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും കുറച്ച് നേരം ഇനി സമാധാനം. ഇനി ഈ കാറിൻ്റെ പുറകെ ഓടിച്ചു പോകാം. നമ്മളിപ്പോൾ ഇതാ മസിനഗുഡി ചെക്ക് പോസ്റ്റ് എത്താനായി തോന്നുന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെയാണ് സീൻ. ഇവിടെ ചിലപ്പോൾ അവർ പിടിച്ചു നിർത്താൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റുകാരവിടെ ചെക്ക് പോസ്റ്റ് കൈ കാണിക്കുന്നുണ്ട്. മിക്കവാറും പണിയാവും.